അള്ളാഹുവിൻ്റെ വചനം കേൾക്കുന്നത് ഭയങ്കരമായൊരു സംഭവമാണ്. ഖുർആൻ കേൾക്കുക എന്നത് വലിയൊരു ഇബാദത്താണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ കരയുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞ മുഴുവൻ ഖുർആൻ കേൾക്കുന്നവരെ കുറിച്ചാണ്. ഓതുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരില്ല, പക്ഷേ തറാവീഹിലൊക്കെ നിൽക്കുമ്പോൾ ഇമാം ഓതുമ്പോൾ കരയുന്നില്ലേ? നമ്മൾ ഖിയാമുൽ ലൈൽ കരഞ്ഞു പോകുന്നില്ലേ? ഖുർആൻ കേൾക്കുമ്പോൾ കരയും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചലനങ്ങളുണ്ടാവും. കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതപ്പെടുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. പുണ്യനബി ഞങ്ങൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദേ ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്ക് ഖുർആൻ ഓതിത്തരൂ. തങ്ങളെ അങ്ങേക്ക് ഞാൻ ഓതിത്തരുകയോ വ അലൈക ഉൻസിൽ, അങ്ങേക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, അങ്ങനത്തെ അങ്ങേക്ക് ഞാൻ ഓതിത്തരേ. അപ്പോൾ തങ്ങൾ പറഞ്ഞു ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, വേറെ ഒരാൾ ഖുർആൻ ഓതിത്തരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി സൂറത്തുൻ നിസായിലെ ഒരായത്തിലെത്തിയപ്പോൾ തങ്ങൾ മദി 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 എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈമാൻ ഉറക്കാൻ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു പണിയാണ് ഖുർആൻ കേൾക്കുന്നത് വർദ്ധിപ്പിക്കണം. ഓതാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും. ഓതുമ്പോൾ കിട്ടുന്ന അതിലേറെ ഒരുപക്ഷെ ഹൃദയവുമായി നമ്മൾ ഖുർആനെ ചേർത്ത് വെക്കുന്നത് അത് കേൾക്കുമ്പോഴായിരിക്കും. ഓതിന് വലിയ പുണ്യമുള്ളതാണ്, ഓതണ്ടെന്നല്ല ഈ പറയുന്നത്. ഓതാൻ സൗകര്യപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് ഖുർആൻ തീരെ കേൾക്കാതെ പോകരുത്. എത്രയോ ഖുർആൻ റേഡിയോകളുണ്ട്, എത്രയോ യൂട്യൂബ് ചാനലുകളുണ്ട് ഖുർആൻ മാത്രമുള്ളത്. ഇവിടെയൊക്കെ റേഡിയോ മാറി മാറി തിരിച്ച AM FM ഇഷ്ടംപോലെ ഖുർആൻ കിട്ടും. അത് കേൾക്കുന്നത് ഹിദായത്തിൻ്റെ കാരണമാണ്. ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ വെളിച്ചം ശബ്ദങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദങ്ങൾക്ക് ചില മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ, നമ്മുടെ തലച്ചോറിനുള്ളിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഖുർആൻ കേൾക്കുക, വെറുതെ ഈ പാട്ടും അതും കേട്ടിട്ട് വെറുതെ നമ്മൾ ഖുർആനൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ, പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇൻഷാ അല്ലാഹ് വലിയ മാറ്റം ഉണ്ടാവും. അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്ക് സക്കീനത്ത് ഇറക്കി തരും. ഖുർആൻ കേൾക്കുന്നവരെ കുറിച്ചാണ്. കരയുന്ന കാര്യങ്ങളൊക്കെ ആയത്ത് പരിശോധിച്ചാൽ കാണാം. ഖുർആൻ എവിടെയൊക്കെ കരയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഖുർആനെ കുറിച്ച്, ഖുർആൻ കേൾക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ. അത് ഹിദായത്തിൻ്റെ ഒരു വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങനെ ആളുകൾ ഇനിസ്തജാറക, അങ്ങയോട് അഭയം ചോദിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ഫഅസ്മിഉഹു കലാം അല്ലാഹ്, അല്ലാഹുവിൻ്റെ കലാം നിങ്ങൾ അവരെ കേൾപ്പിക്കണം. സുമ്മ അബ്ലിഗ്ഹു മഅ്മന, പിന്നെ നിങ്ങൾ അവർക്ക് അഭയം കൊടുത്തേക്കണം, അവരെത്തിക്കുന്നിടത്ത് എത്തിച്ചു കൊടുത്തേക്കണം. പക്ഷേ ഖുർആൻ കേൾക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് വേണം. അത് കേൾക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഓതാൻ പ്രയാസങ്ങളുണ്ടാവും. വണ്ടിയിലൊക്കെ പോവാണ്, മൊബൈലുണ്ട്, ഹെഡ്ഫോണുണ്ട്, ബസ്സിലും ട്രെയിനിലും കാറിലും റോഡിലൊക്കെ നടക്കുകയാണെങ്കിലൊക്കെ, ജോഗിങ്ങിന് പോവാണ്, വെറുതെ മോർണിംഗ് വാക്കിന് പോവാണ്, ഖുർആൻ പ്ലഗ് ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക. എത്രയോ മനോഹരമായ ഖിറാത്തുകൾ. ചില ഖിറാത്തുകളൊക്കെ ഭയങ്കര മൂവിങ് ആണ്. ചിലത് കേട്ടാൽ നമ്മൾ വെറുതെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഖുർആനെ വന്നെങ്കിൽ നിർത്താൻ തോന്നില്ല അവിടെ. അതങ്ങ് ആയത്തങ്ങ് പൂർത്തിയാവട്ടെ എന്ന് വിചാരിക്കും, പിന്നെ അടുത്തൊന്ന് ഓതിക്കോട്ടെ എന്ന്. പിന്നെ നമ്മളെന്താ തിരഞ്ഞെടുക്കുന്നത്, അവിടെയൊക്കെ നിർത്തിയിട്ട് ഇതങ്ങ് കേട്ടുപോയി പോകും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ കലാം ഹിദായത്തിൻ്റെ വലിയൊരു കാരണമാണ്.